السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ബഖറയുടെ തഫ്സീറിൽ 67 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് ഖാല മൂസ ലിഖൗമിഹി ഇന്നല്ലാഹ യഅമുറുക്കും അൻ തദ്ബഹു ബഖറ ഖാലു അതത്തഖിദുനാ ഹുസുവ ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. ഈ ആയത്ത് മുതലാണ് ഈ സൂറത്തിന് അൽ ബഖറ എന്ന് പേര് വരാൻ കാരണമായ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. പശുവിൻ്റെ സംഭവം ഇസ്രായേലിൽ നടന്ന ഏറെ ഗുണപാഠങ്ങളുള്ള പ്രസിദ്ധമായ കഥയാണ് ബഖറയുടെ കഥ. അല്ലാഹു അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, വഇദ് ഖാല മൂസ ലിഖൗമിഹി. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, ലിഖൗമിഹി അവിടുത്തെ ജനതയോട്, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനങ്ങളോട് പറഞ്ഞ സന്ദർഭം, ഇന്നല്ലാഹ യഅമുറുക്കും, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തദ്ബഹു, നിങ്ങൾ അറുക്കണമെന്ന്, ബഖറ, ഒരു പശുവിനെ അറുക്കണം എന്ന്. എന്തായിരുന്നു ഈ കൽപ്പനക്കുള്ള കാരണം? അള്ളാഹു അവരോട് ഒരു പശുവിനെ വെറുതെ അറുക്കാൻ പറഞ്ഞതാണോ? അല്ല, അതിന് പിന്നിൽ ഒരു കഥയുണ്ടായിരുന്നു. എന്താണത്? അത് നോക്കൂ, ചുരുക്കത്തിൽ ആ കഥ നമുക്ക് ഈ ആയത്തുകൾക്ക് ശേഷം കാണാം. അവരത് അർത്ഥത്തിന് ശേഷമാണ് അർത്ഥത് പറഞ്ഞ ശേഷമാണ് അള്ളാഹു ആ കഥ വിവരിച്ചിട്ടുള്ളത്. ഈ സൂറത്തിൽ 72-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാം. വഇദ് ഖതൽതും നഫ്സൻ ഫദ്ദാറഅതും ഫീഹാ വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ. വഇദ് ഖതൽതും നഫ്സൻ, നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തിയ സന്ദർഭം, ഫദ്ദാറഅതും ഫീഹാ, എന്നിട്ട് അതിൽ നിങ്ങൾ തർക്കിച്ചു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണം ഉന്നയിക്കുന്ന സ്ഥിതി വന്നു. അല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ, നിങ്ങൾ മറച്ചു വെക്കുന്നത് പുറത്തു കൊണ്ടുവരുന്നവനാണ് അള്ളാഹു. ഈ കൊലപാതകമാണ് ഈ പശുവിനെ അറുക്കാൻ അള്ളാഹു കൽപ്പിക്കാനുണ്ടായ കാരണം. ബനൂ ഇസ്രായേലർ അവരിൽ 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അവരിൽ ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടു. ആരാണ് കൊന്നത് എന്നതിൽ അവർ തമ്മിൽ തർക്കമായി. നിങ്ങളാണെന്നൊരു കൂട്ടർ, അല്ല നിങ്ങളാണെന്ന് വേറൊരു കൂട്ടർ. ഇങ്ങനെ ആ തർക്കം മുറുകി ഒടുവിൽ അത് അവർ തമ്മിൽ ഒരു പോരാട്ടത്തിലേക്ക്, ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയേക്കും എന്ന സ്ഥിതി വന്നു. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് അവർ തർക്കവുമായി വന്നു. അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞു, അവരോട് ഒരു പശുവിനെ അറുക്കാൻ പറയുക. ഇതാണ് ഈ സംഭവം. വഇദ് ഖാല മൂസാ ലിഖൗമിഹി, മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, ഇന്നല്ലാഹ യഅമുറുക്കും അൻ തദ്ബഹു ബഖറ, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തദ്ബഹു ബഖറ, ഒരു പശുവിനെ അറുക്കാൻ. അല്ലാഹു ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിക്കുന്നു എന്ന് മൂസ ജനങ്ങളോട് പറയുക. മൂസ അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞ സന്ദർഭം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിൻ്റെ കൽപ്പന കിട്ടിയാൽ അതനുസരിക്കലാണ് ഈമാനുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. പറയുന്നത് അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങുന്ന അവൻ്റെ റസൂലായ, അവൻ്റെ കലീമായ മൂസാ നബി അലൈഹിസ്സലാമാണ്. ഇത്രയധികം അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളവരാണവർ. മൂസാ നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്നതിൽ അവർക്ക് തർക്കിക്കാനോ സംശയിക്കാനോ യാതൊരു ന്യായവുമില്ല. എന്നിട്ട് ആ മൂസാ നബിയുടെ നാവിലൂടെ അള്ളാഹുവിൻ്റെ ഈ കൽപ്പന കേട്ടപ്പോൾ അതാകട്ടെ അവർ ആവശ്യപ്പെട്ടിട്ടുമാണ്. അവർ ഈ തർക്കം കൊണ്ട് പോയതുകൊണ്ടാണ് അള്ളാഹു ഇത് കൽപ്പിച്ചത്. ഖാലു, അവർ പറഞ്ഞു, അതത്തഖിദുനാ ഹുസുവാ, നിങ്ങളെന്താ ഞങ്ങളെ പരിഹസിക്കുകയാണോ?
അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന അറിയിച്ചു കൊടുത്ത നബിയോട് റസൂലിനോടുള്ള ഖൗമിൻ്റെ പ്രതികരണം ഇതാണ്. നിങ്ങൾ എന്താ ഞങ്ങളെ കളിയാക്കിയാണോ? അള്ളാഹുവിൻ്റെ കൽപ്പന കേട്ടപ്പോഴുള്ള ഖൗമിൻ്റെ പ്രതികരണമാണ്. അങ്ങേറ്റം ഗുരുതരമായ വാക്കാണിത്. ഖുർത്തുബി റഹിമഹുല്ലാഹ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുകയുണ്ടായി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നമ്മുടെ നബിയുടെ വാക്ക് കേട്ടാൽ ഒരാൾ പറയുകയാണ് ഈ വാക്ക്, അതത്തഖിദുന ഹുസ്വ, നിങ്ങളെന്താ ഞങ്ങളെ പരിഹസിക്കുകയാണോ? നബിയുടെ വാക്ക് കേട്ടാൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ വജബ തക്ഫീറു, അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു അവൻ കാഫിറാണെന്ന് വിധിക്കൽ നിർബന്ധമാണ്. അത്രയും ഗുരുതരമായ വാക്കാണ്. അള്ളാഹുവിൻ്റെ റസൂലായ മൂസ അലൈഹിസ്സലാമിനോട് അവർ ഈ പറഞ്ഞ ഗുരുതരമായ വാക്ക്, നിങ്ങളെന്താ ഞങ്ങളെ കളിയാക്കുകയാണോ? അള്ളാഹുവിൻ്റെ കൽപ്പന കേട്ടപ്പോൾ ഒരു റസൂലിനോട് പറഞ്ഞതാണ്. അവരുടെ ധിക്കാരവും അവരുടെ നന്ദികേടും എത്രമാത്രം വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ. ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അഊദു ബില്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു, അൻ അകൂന മിനൽ ജാഹിലീൻ, ജാഹിലുകളിൽ ഞാൻ ഉൾപ്പെട്ടു പോകുന്നതിൽ. അഥവാ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ്റെ രീതിയാകരുത് മനുഷ്യരെ പരിഹസിക്കുക എന്നത്, മറിച്ച് അത് ബുദ്ധിയുള്ള ഇല്ലാത്തവനെ ചെയ്യൂ. കാരണം തന്നെ പോലെ ഉള്ള ഒരു മനുഷ്യനെ പരിഹസിക്കാൻ ഒരാൾക്ക് എന്ത് അവകാശമാണുള്ളത്? അള്ളാഹു അതിൽ തനിക്ക് എന്തെങ്കിലും ശ്രേഷ്ഠത നൽകിയിട്ടുണ്ടെങ്കിൽ, തനിക്ക് എന്തെങ്കിലും കൂടുതലുള്ള ഒരാളെക്കാളും പണമോ അറിവോ സൗന്ദര്യമോ അധികാരമോ എന്തെങ്കിലും ഒരാൾക്ക് കൂടുതലുണ്ട് എങ്കിൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കുകയല്ലാതെ ജനങ്ങൾ ഇടിച്ചു താഴ്ത്താൻ ഒരിക്കലും ഒരു ബുദ്ധിയുള്ള ഒരാൾ, വിവരമുള്ള ഒരാൾ തുനിയരുത്. ഇതാകട്ടെ അള്ളാഹു കൽപ്പിച്ചു എന്ന് പറഞ്ഞ് ജനങ്ങളോട് തമാശ പറയുക എന്നത് ഒരിക്കലും ബുദ്ധിയും വിവരവുമുള്ള ഒരാൾ ചെയ്യുകയില്ല. ജാഹിലുകളുടെ പ്രവർത്തിയാണ്. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാം പറഞ്ഞു, അഊദു ബില്ലാഹ് അൻ അകൂന മിനൽ ജാഹിലീൻ, അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു, ഞാൻ ജാഹിലുകളിൽ ഉൾപ്പെട്ടു പോകുന്നതിൽ നിന്ന്. അഊദു ബില്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു, അൻ അകൂന മിനൽ ജാഹിലീൻ. അതിൽ ഉള്ള മറ്റൊരു ഗുണപാഠമാണ് ജഹൽ, വിവരക്കേട്. അള്ളാഹുവിനോട് കാവൽ തേടേണ്ട കാര്യമാണെന്ന്. അതിൻ്റെ മറുവശമാണ് അറിവിൻ്റെ ശ്രേഷ്ഠത എന്ന്. കാരണം ജഹലിൽ നിന്ന് അള്ളാഹുവിനോട് മൂസ അലൈഹിസ്സലാം കാവൽ തേടിയെങ്കിൽ അതിൻ്റെ വിപരീതം ഇൽമ്, അതുപോലെ വിവേകം എന്നതാണ് ഒരു മനുഷ്യന് വേണ്ടത്. ജഹൽ എന്നത് കാവൽ തേടേണ്ട കാര്യങ്ങളിലൊന്നാണ്. ഒരാൾ ജാഹിലായിരിക്കുക എന്നത് വളരെ മോശമായ കാര്യമാണ്. അള്ളാഹുവിൻ്റെ ഫദ്ലാണ് ഒരാൾക്ക് അയാൾ അറിയാത്തത് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുക എന്ന്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് അള്ളാഹു പറഞ്ഞു, വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. സൂറത്ത് നിസായിൽ നമുക്ക് കാണാം, വഅല്ലമക മാ ലം തകുൻ തഅലം, നബിയെ താങ്കൾക്ക് അറിയാതിരുന്നത് അള്ളാഹു താങ്കൾക്ക് പഠിപ്പിച്ചു തന്നു. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ, അള്ളാഹു താങ്കൾക്ക് നൽകിയ ഔദാര്യം വളരെ വലുതാണ്. നിനക്കറിയാത്തത് റബ്ബ് പഠിപ്പിച്ചു തന്നു. വായിക്കാൻ അള്ളാഹ് നിനക്ക് പഠിപ്പിച്ചു തന്നു. ഖുർആൻ നിനക്ക് ഓതാൻ അറിയാം, വലിയ ഫضലാണ്. അതറിയാത്ത ആളുകൾ എത്രയോ മനുഷ്യർ ഉണ്ട്. ഖുർആൻ ഓതാൻ അറിയാം, കേവലം പാരായണമാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ അപ്പുറത്തുള്ള അർത്ഥവും വിശദീകരണവും അല്ല. കേവല പാരായണം നിനക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നോ വലിയ നിഅമത്താണ്, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം. അള്ളാഹുവിൻ്റെ കലാം നിനക്ക് നോക്കി ഓതാൻ സാധിക്കുന്നു. ഈ ആയത്തോർക്ക് വഅല്ലമക മാ ലം തകുൻ തഅലം, നിനക്കറിയാതിരുന്നത് അള്ളാഹു നിനക്ക് പഠിപ്പിച്ചു തന്നു. ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിനക്കിത് അറിയുമായിരുന്നില്ല. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. അള്ളാഹു പറഞ്ഞ അങ്ങനെയാണ്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരത്തിൽ നിന്ന് അള്ളാഹു നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു. ലാ തഅലമൂന ശൈആ, നിങ്ങൾക്ക് ഒന്നും അറിയുമായിരുന്നില്ല. എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല. അള്ളാഹു പഠിപ്പിച്ചു തന്നു. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ, അള്ളാഹു നിനക്ക് നൽകിയ ഔദാര്യം വളരെ മഹത്തരമാണ്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് കാവൽ തേടി. നിങ്ങൾ നോക്കൂ, മൂസാ നബി അവരോട് പറഞ്ഞത്, അള്ളാഹു കൽപ്പിക്കുന്നു അൻ തദ്ബഹു ബഖറ, ഒരു പശുവിനെ അറുക്ക്. ആ സമയത്ത് ഏതു പശുവിനെ അവരർത്താലും അത് മതിയാകുമായിരുന്നു. ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ചിട്ട് അർത്താൽ അതിനെന്തെങ്കിലും കുറവോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നാൽ പോലും അതൊരു കാര്യമായിരുന്നില്ല.
ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ച് അറുത്താൽ മതിയായിരുന്നു. അതിൻ്റെ പ്രായമോ അതല്ലെങ്കിൽ അതിൻ്റെ നിറമോ അതിൻ്റെ ആരോഗ്യമോ അതിൻ്റെ സൗന്ദര്യമോ ഭംഗിയോ ഒന്നും നോക്കേണ്ടിയിരുന്നില്ല. കാരണം അള്ളാഹു കൽപ്പിച്ചത് മൂസ അലൈഹിസ്സലാം അറിയിച്ചു കൊടുത്ത് അൻ തദ്ബഹു ബഖറ, ഒരു പശുവിനെ അറുക്കുക. സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് പറഞ്ഞ് ഒരു പശുവിനെ പിടിച്ചറുത്തിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റുക അവർക്ക് എളുപ്പമായിരുന്നു. അതാദ്യം നിറവേറ്റിയതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമായിരുന്നു. അവരുടെ ആ പ്രശ്നം അവിടെ അവസാനിക്കുകയും ചെയ്യുമായിരുന്നു. കൊലപാതകം നടത്തിയത് ആരാണ് എന്നത് അതിലൂടെ അറിയാനും സാധിച്ചേനെ. പക്ഷേ ഖൗമിൻ്റെ ധിക്കാരം കൊണ്ട് അവർ പറയുകയാണ്. അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞത്. ഖാലു, അവർ പറഞ്ഞു, ഉദ്ഉ ലനാ റബ്ബക്. ഖാലു ഉദ്ഉ ലനാ റബ്ബക് കൂട്ടി ഓതുമ്പോൾ അങ്ങനെയാണ്. ഖാലു ഉദ്ഉ ലനാ, ഓ മൂസ ഉദ്ഉ ലനാ, ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുക. ഉദ്ഉ ലനാ റബ്ബക്, താങ്കളുടെ റബ്ബിനോട് ദുആ ചെയ്യുക. യുബയ്യിൻ ലനാ, ഞങ്ങൾക്ക് അവൻ വിവരിച്ചു തരാൻ. മാഹി, എന്താണ് ആ പശു, എങ്ങനെയായിരിക്കണം ആ പശു. ഇത് ചോദിക്കേണ്ടിയിരുന്നില്ല. ഇത് അവർ ചോദിച്ച അധികരിച്ച ചോദ്യങ്ങളിൽപ്പെട്ടതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വിലക്കിയത് കാണാം. അള്ളാഹു നിങ്ങളിൽ വെറുക്കുന്ന കാര്യങ്ങൾ 3 എണ്ണമാണ്. കെസ്റത്തു സുആൽ, അതിലൊന്നാണ് കെസ്റത്തു സുആൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ പറഞ്ഞു. ഖീല വഖാൽ വകെസ്റത്തു സുആൽ വഇദാഅത്തുൽ മാൽ. ഖീല വഖാൽ, കണ്ടതും കേട്ടതും പ്രചരിപ്പിക്കുക. വകെസ്റത്തു സുആൽ, അധികരിച്ച ചോദ്യങ്ങൾ. വഇദാഅത്തുൽ മാൽ, സമ്പത്ത് ധൂർത്തടിക്കുക. സമ്പത്ത് അത് അനാവശ്യങ്ങൾക്ക് ചിലവാക്കുക. അതാണ് ഇദാഅത്തുൽ മാൽ. സമ്പത്ത് അനാവശ്യമായി പാഴാക്കുക എന്നത് ഇദാഅത്തുൽ മാൽ ഉൾപ്പെടും. ഒരാൾ പണം വലിച്ചെറിയുകയാണ്, അല്ലെങ്കിൽ മൂല്യമുള്ള എന്തെങ്കിലും ഒരു വസ്തു നശിപ്പിക്കുകയാണ്, അത് ഇദാഅത്തുൽ മാലിൽ ഉൾപ്പെടും. ഇദാഅത്തുൽ മാലിൽ ഉൾപ്പെടും. ഒരു മൂല്യമുള്ള ഒരു വസ്തു വെറുതെ ഒരാൾ നശിപ്പിക്കുകയാണെങ്കിൽ ഹറാമാണ്, പാടില്ല. വിലയുള്ളൊരു വസ്തു എന്ത് ചെയ്യാൻ പാടില്ല? ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു വസ്തു നശിപ്പിക്കരുത്. അത് ഇദാഅത്തുൽ മാലിൽ ഉൾപ്പെടും. നോക്കൂ നിങ്ങൾ, അതും അതിലപ്പുറത്തുമാണ് ഒരാൾ പുകവലിച്ചാൽ. കാരണം അതിൽ ഇദാഅത്തുൽ മാലുമുണ്ട്, അവൻ്റെയും മറ്റുള്ളവരുടെയും ആരോഗ്യം നശിപ്പിക്കലും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഒരു 10 രൂപ ചുരുട്ടി കയ്യിൽ പിടിച്ചിങ്ങനെ ചുരുട്ടി അതിൽ തീ കൊടുക്കുകയാണ്. ഇസ്ലാമിൻ്റെ ഹുക്ം എന്താണ്? ഇസ്ലാമിൻ്റെ അതിൻ്റെ വിധി എന്താണ്? ഹറാമാണ് അവന് ചെയ്യുന്നത്. 10 രൂപ ചുരുട്ടിട്ട് ഇങ്ങനെ തീ കൊടുത്താൽ ഹറാമാണ്, ചെയ്യരുത്. സുബ്ഹാനല്ലാഹ്, ഇതതിനേക്കാൾ പ്രശ്നമാണ്. അത് ചുരുട്ടി അതിനകത്ത് ഈ മരുന്നും കൂടി നിറച്ചിട്ടാണ് അവൻ കത്തിക്കുന്നത്. അവൻ ഉപദ്രവം, അതുപോലെ ചുറ്റുമുള്ളവർക്കും ഉപദ്രവം. ഇദാഅത്തുൽ മാലിന് ഉദാഹരണമാണ്. അതിനപ്പുറത്തും അതിലും അപ്പുറമാണ്. അതുപോലെ നോക്കൂ, ഖീല വഖാൽ, അനാവശ്യമായ കണ്ടതും കേട്ടതും ഉറപ്പില്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കൂടെ എണ്ണി വകെസ്റത്തു സുആൽ, അധികരിച്ച ചോദ്യം. അത് രണ്ടിനമാണത്. ഒന്ന്, ആളുകളോട് സമ്പത്തിനു വേണ്ടി ചോദിക്കുക, തൻ്റെ കയ്യിൽ ഉണ്ടായിട്ടും. തൻ്റെ കയ്യിൽ പണമുണ്ട്, പക്ഷേ ജനങ്ങളോട് അതിനു വേണ്ടി യാചിക്കുക. അത് ഗുരുതരമായ തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സഅല അന്നാസ തകസ്സുറൻ ഫഇന്നമാ യസ്അലു ജംറൻ. ആരെങ്കിലും തൻ്റെ കയ്യിലുള്ളത് വർദ്ധിപ്പിക്കാൻ, അവൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവന് സമ്പാദിക്കാൻ വേണ്ടി ജനങ്ങളോട് യാചിച്ചാൽ ഫഇന്നമാ യസ്അലു ജംറൻ, അവൻ ചോദിക്കുന്നത് തീക്കനലാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ജനങ്ങളോട് യാചിക്കുന്നവനായി ജീവിച്ചാൽ അവൻ പരലോകത്ത് വരിക എങ്ങനെയാണ്? വലൈസ ഫീ വജ്ഹിഹി മുസ്അതു ലഹ്മിൻ, വലൈസ ഫീ വജ്ഹിഹി മുസ്അതു ലഹ്മിൻ, മുഖത്ത് ഒരു പൊടി മാംസമില്ലാത്ത, അങ്ങനെ മോശമായി അവൻ്റെ എല്ലുകൾ കാണുന്ന രൂപത്തിൽ. മുഖത്ത് മാംസമില്ലാതായ എന്തായിരിക്കും? മനുഷ്യൻ്റെ അസ്ഥികൂടം കണ്ടിട്ടില്ലേ? എത്ര മോശമാണ് കാണാൻ, എത്ര പ്രയാസമാണ് ആ മുഖം. അങ്ങനെയായിരിക്കും പരലോകത്ത് വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് കസറത്തു സുആലിൽ ഒന്ന്. രണ്ടാമത്തേത് ദീനിയായ വിഷയങ്ങളിലെ അധികരിച്ച ചോദ്യങ്ങളാണ്, അനാവശ്യ ചോദ്യങ്ങൾ.
അനാവശ്യ ചോദ്യങ്ങൾ. ഇത് തശ്രീഇൻ്റെ കാലത്താണ് എങ്കിൽ, തശ്രീഇൻ്റെ കാലം എന്നാൽ നബി ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ ഇതിൻ്റെ അപകടം വലുതാണ്, അപകടം വലുതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിമീങ്ങളിൽ വെച്ച് മുസ്ലിമീങ്ങളോട് ഏറ്റവും വലിയ അതിക്രമം ചെയ്തവൻ, മുസ്ലിമീങ്ങളിൽ വെച്ച് മുസ്ലിമീങ്ങളോട് ഏറ്റവും വലിയ തെറ്റ് ചെയ്തവൻ ഹലാലായ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയും അവൻ്റെ ചോദ്യം കാരണത്താൽ അത് ഹറാമാകുകയും ചെയ്തവനാണ്. അവനാണ് മുസ്ലിമീങ്ങളിൽ വെച്ച് മുസ്ലിമീങ്ങളോട് ഏറ്റവും അതിക്രമം ചെയ്തവനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവൻ ചോദിക്കുന്നത് അത് ഹലാലായിരുന്നു, പക്ഷെ അവൻ്റെ ചോദ്യം കൊണ്ട് ഹറാമായി തീർന്നു. അള്ളാഹു അതേക്കുറിച്ച് ഹറാമാക്കിയൊരു വിധി പ്രസ്താവിച്ചു, വിധി അള്ളാഹു ഇറക്കി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു റബ്ബുൽ ആലമീൻ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാതിരുന്നിട്ടുണ്ട്, അത് നമ്മോടുള്ള റഹ്മത്താണ്. അള്ളാഹു ഒന്നും പറഞ്ഞില്ലേ, എന്താണ് ദീനിലെ വിധി? അത് ഹലാലാണെന്നതാണ്. അത് അനാവശ്യമായി ചോദിച്ച് ഹറാമാക്കാൻ പാടില്ല. നബിയുടെ കാലത്ത്, ശരീഅത്തിൻ്റെ കാലത്ത്, വഹി അവതരിക്കുന്ന കാലത്ത് ഈ അപകടം കൂടുതലായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ചോദ്യങ്ങൾക്ക് മുന്നിൽ നബി ദേഷ്യം പിടിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ചോദ്യങ്ങൾക്ക് മുന്നിൽ കോപാകുലനായിരുന്നു. എത്രത്തോളം എന്നാൽ ഒരു സന്ദർഭത്തിൽ ജനങ്ങളിങ്ങനെ പലതും ചോദിച്ചു. ഒരാൾ ചോദിച്ചു, മൻ അബി, എൻ്റെ ഉപ്പ ആരാണ്? അതായത് അദ്ദേഹത്തിൻ്റെ മാതാവിനെ കുറിച്ച് മോശമായ ചിലത് ആളുകൾക്കിടയിൽ ചിലർ പറയാറുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം അതിനുവേണ്ടി ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു, അഥവാ അദ്ദേഹം വിളിക്കപ്പെടുന്ന ആൾ തന്നെയാണ്. ഇങ്ങനെ ആളുകൾ പലതും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മുഖം മാറി, നബി പറഞ്ഞു, സലൂനി സലൂനി, ഇനിയും ചോദിക്കൂ, ഇനിയും ചോദിക്കൂ. ദേഷ്യം പിടിച്ച മട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാൽമുട്ടുകളിൽ വീണു. ഉമറിന് മനസ്സിലായി നബിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. ഉമർ കാൽമുട്ടുകളിൽ വീണിട്ട് പറഞ്ഞു, റദീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ, അല്ലാഹുവിനെ റബ്ബായി മുഹമ്മദ് നബിയെ റസൂലായി ഇസ്ലാം ദീനായി ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു നബിയെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആ സദസ്സിൽ ആ വർത്തമാനം നിർത്തി. നബി ദേഷ്യം പിടിച്ച് എന്ത് പറഞ്ഞു? സലൂനി സലൂനി, ചോദിക്കൂ ചോദിക്കൂ, മറുപടി പറയാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. അപ്പോൾ ഇത് കൊണ്ട് സഹാബത്ത് നബിയോട് ചോദ്യങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രമേ ചോദിക്കാണ്ടുണ്ടായിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അതുകൊണ്ട് അറാബികൾ, ഗ്രാമീണരായ അറബികൾ, മദീനയിലെ സ്ഥിരതാമസക്കാരല്ല, പുറത്തുള്ള ആളുകൾ നബിയുടെ മജ്ലിസിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണത്? അവർക്ക് ഈ കാര്യം അറിയാത്തതുകൊണ്ട് അവർ കുറേ ചോദിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞ് ഞങ്ങൾക്ക് കേൾക്കാം. അതുകൊണ്ട് അവർ വരുന്നത് ചോദിക്കുന്നത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു, അവർ വരുന്നത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. കാരണം അവരല്ലാത്തവർക്ക് അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഈ കാര്യം അറിയാത്തതുകൊണ്ട് അവർ വന്നിട്ട് ഇങ്ങനെ ചിലപ്പോൾ പരിക്കൻ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക, പരിക്കൻ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഒരിക്കലും ഒരു അറാബി വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്, കുറച്ച് കടുപ്പായിരിക്കും എൻ്റെ ചോദ്യം. ആൾ പറയാം, നബിയെ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. മുഹമ്മദ് അവരുടെ വിളി തന്നെ ആ രൂപത്തിലാണ്. ചോദ്യം കുറച്ച് കടുത്തതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചോളൂ. എന്നിട്ടാണ് ഇസ്ലാമിൻ്റെ 5 വിധിവിലക്കുകൾ, 5 അർക്കാനുകളെക്കുറിച്ച് ചോദിക്കണം. നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്ന് പറയുമ്പോൾ ആൾ ചോദിക്കുകയാണ്, ഇതിലപ്പുറം നിങ്ങൾ നിർബന്ധമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ല അൻ തത്തവ്വ, ഈ ഫർദ് മാത്രമേ ഉള്ളൂ, പിന്നെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഐച്ഛികമായി ചെയ്യുന്നത് മാത്രം. ഈ മറുപടി കിട്ടിയപ്പോൾ പോകുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? അള്ളാഹുവാണ്, ഇതിലപ്പുറം ഞാൻ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞിട്ടാണ് തിരിഞ്ഞു പോകുന്നത്. അതൊക്കെ അവരുടെ ജഫായിൻ്റെ ഭാഗമാണ്, അവരുടെ ആ ഒരു പരിക്കൻ മട്ടിൻ്റെ ഭാഗമാണ്. അതാണ് ഈ മറുപടി. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ഇങ്ങനെ പറയുക, ഈ പറയുന്നതിലപ്പുറം ഞാൻ ഒന്നും ചെയ്യൂല, ഇത് ഞാൻ കൂട്ടൂല കുറക്കൂല, എന്നിട്ടാണ് പിരിഞ്ഞു പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ലഹ ഇൻ സദഖ്, ആ പറഞ്ഞത് സത്യമാണെങ്കിൽ അയാൾ വിജയിച്ചിരിക്കുന്നു. കാരണം അള്ളാഹു നിർബന്ധമാക്കിയത് ചെയ്താൽ, അള്ളാഹു ഹറാമാക്കിയത് ഒഴിവാക്കിയാൽ ഒരാൾ വിജയിച്ചു പരലോകത്ത്, യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. അള്ളാഹു നിർബന്ധമാക്കിയത് ഒരാൾ ചെയ്തു, അള്ളാഹു ഹറാമാക്കിയത് ഉപേക്ഷിച്ചാൽ അവൻ പരലോകത്ത് വിജയിക്കും, യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. എന്നാൽ അതിലപ്പുറത്ത് നന്മകൾ ചെയ്താൽ ഈ വിജയത്തെക്കാൾ വലിയ വിജയം നേടാം. ഇബ്നു ഹജർ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അയാൾ വിജയിയാണ്, അങ്ങനെ ചെയ്താൽ അയാൾ വിജയമാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നന്മകൾ ചെയ്താൽ അതിനേക്കാൾ വലിയ ഫലാഹ്,
വലിയ വിജയം ഒരാൾക്ക് നേടിയെടുക്കാം. പറഞ്ഞു വന്നത് കെസറത്തു സുആൽ, അധികരിച്ച ചോദ്യങ്ങൾ. തശ്രീഇന്റെ കാലത്ത് അതിന് എന്ത് അപകടം കൂടിയുണ്ട്? ഒരാൾ ചോദിച്ചത് കൊണ്ട് ഒരു വിധി അവതരിപ്പിക്കപ്പെടും എന്ന അപകടം കൂടിയുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ യഅമുറുക്കും, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, ഹജ്ജ് കൽപ്പിക്കുന്നു, ഫഹജ്ജു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്തുകൊള്ള. ഒരാൾ ചോദിച്ചു, നബി അഫി കുല്ലി ആം, എല്ലാ വർഷവും ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചു. നബി പറഞ്ഞു, ലൗ ഖുൽതു നഅം, ഞാനെങ്ങാനും അതെ എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാകും, നിങ്ങൾക്കതൊട്ട് സാധിക്കില്ല. എല്ലാ വർഷവും ഹജ്ജ് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ എല്ലാ വർഷവും ഉണ്ടോ എന്ന ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെയാണ് ആടിനെ കിട്ടിയാൽ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നുകിൽ നിനക്ക്, അല്ലെങ്കിൽ ചെന്നായക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ അതിനെ നീ എടുക്കുക, പരസ്യം ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ചോദിച്ച് അടുത്ത ജന്തുവിനെ കുറിച്ച് ചോദിച്ചു. ഒടുവിൽ ഒരാൾ ഒട്ടകത്തെക്കുറിച്ച് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദേഷ്യം. നബി പറഞ്ഞു, നീ എന്തിനതിനെ നോക്കണം? കാരണം ഒട്ടകം ബാക്കി ആടിനെയോ സ്വയം പ്രതിരോധിക്കാൻ സാധിക്കാത്ത ജന്തുക്കളെ പോലെയല്ല. അത് അതിൻ്റെ കാര്യം നോക്കിക്കോളും, അതിൻ്റെ യജമാനൻ അതിനെ കണ്ടെത്തുന്നവർ അത് പോയിക്കോളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ദേഷ്യം പിടിച്ചു. കാരണം അത് അനാവശ്യ ചോദ്യങ്ങളാണ്. നിങ്ങൾ നോക്കൂ, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞാൽ ഈ അപകടമില്ല എന്നത് ശരിയാണ്. നമ്മുടെ ചോദ്യം കൊണ്ട് ഒരു പുതിയ ഹറാം ഉണ്ടാകാനോ ഒരു പുതിയ വാജിബ് ഉണ്ടാകാനോ ഇനി വഴിയില്ല. വഹി നിലച്ചു. പക്ഷേ എന്നാൽ പോലും എന്തു പാടില്ല? പഠിക്കാനും അറിയാനുമുള്ള ചോദ്യമല്ലാതെ നിഷേധിക്കാനും പരിഹസിക്കാനുമുള്ള ചോദ്യം അത് ഈ കാലത്തും പാടില്ലാത്തതാണ്. പഠിക്കാനും അറിയാനും ചോദിക്കുക നല്ല കാര്യമാണ്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, അറിയില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കുക. സലഫുകളിൽ ചിലർ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് ഈ ഇൽമ് നേടിയെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ, ബിലിസാനിൻ സഊൽ, ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന നാവ് കൊണ്ടാണ് ഞാനിത് നേടിയെടുത്തത്. ലജ്ജയില്ലാതെ പിന്നെ ചോദിച്ചിട്ടാണ് ഞാനിത് പഠിച്ചെടുത്തത്. അതുകൊണ്ട് പഠിക്കാനും അറിയാനും ചോദിക്കുക നല്ല കാര്യമാണ്, അള്ളാഹു പ്രോത്സാഹിപ്പിച്ചതാണ്. പക്ഷേ അനാവശ്യമായതും അതുപോലെ ഒരാൾക്ക് പ്രയോജനമില്ലാത്തതുമായ വിജ്ഞാനത്തിൻ്റെ പിന്നാലെ പോകരുത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, ഖുർആനിലെ ഒരു പാരായണത്തെക്കുറിച്ച്, സൂറത്ത് മുഹമ്മദിലെ മിമ്മാഇൻ ഗൈരി ആസിൻ എന്ന വാക്കിനെക്കുറിച്ച് ചോദിച്ചു. ഗൈരി ആസിൻ എന്നാണോ ഗൈരി യാസിൻ എന്നാണോ? ഒരു പാരായണ ഭേദത്തെക്കുറിച്ച് ഉള്ള, പാരായണത്തിലെ ചില വ്യത്യാസങ്ങളെക്കുറിച്ച് ഉള്ള ചോദ്യമാണ്. ഈ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഖുർആനിലെ ബാക്കി ആയത്തൊക്കെ നീ പഠിച്ചോ? ഖുർആനിലെ ബാക്കിയുള്ളതൊക്കെ നീ പഠിച്ചോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. അതുപോലെ ചില മുൻഗാമികളോട് ചിലർ വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നടന്നിട്ടില്ലാത്തൊരു കാര്യം, അതുപോലെ സമീപഭാവിയിൽ വളരെ സാധ്യത കുറഞ്ഞൊരു കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് സംഭവിച്ചിട്ട് നീ വാ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, കാര്യം നടക്കട്ടെ, എന്നിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അതുപോലെ ചിലർ ഉർവ അല്ലെങ്കിൽ ഹിശാം ബിൻ ഉർവ രണ്ടിലൊരാളോട് ചോദിച്ചു എന്നാണ്, ഇബ്ലീസിന് സന്താനങ്ങളുണ്ട്, അപ്പോൾ അവന് ഭാര്യയുണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞു, മാ ഷഹിദ്ന ഉർസ, അവൻ്റെ കല്യാണത്തിന് ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല, ഞാൻ പങ്കെടുത്തിട്ടില്ല എന്ന് മറുപടി പറഞ്ഞു. കാരണം ഇത്തരം അനാവശ്യമായ ചോദ്യങ്ങൾ, ഒരാൾക്ക് പ്രയോജനരഹിതമാണ് അയാളുടെ ചോദ്യം. അതുപോലെ ചില ആൾ ജാമിഉൽ അഖ്വാലായിരിക്കും, ഇയാൾ അതിലെ കൗലെന്താണ്, മറ്റേ ആളെ കൗലെന്താണ്, ഇതൊക്കെ ജംഅയിലായിരിക്കും ചിലരുടെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെ ആണ് എന്നൊരാൾക്ക് മനസ്സിലായാൽ അത്തരക്കാർക്ക് മറുപടി നൽകേണ്ടതില്ല എന്നാണ്. ഇത്തരം ചോദ്യങ്ങൾ തെറ്റാണ്. കസറത്തു സുആൽ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ വിലക്കിയിരിക്കുന്നു. റബ്ബ് പറഞ്ഞു, അം തുരീദൂന അൻ തസ്അലു റസൂലക്കും കമാ സുഇല മൂസ മിൻ ഖബൽ വമൻ യതബദ്ദൽ അൽ-കുഫ്റ ബിൽ ഈമാൻ ഫഖദ് ضل സവാഅ അസ്-സബീൽ. നിങ്ങൾ മൂസാ നബിയോട് ജനങ്ങൾ ചോദിച്ചതുപോലെ നിങ്ങൾ റസൂലിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണോ? വമൻ യതബദ്ദൽ അൽ-കുഫ്റ ബിൽ ഈമാൻ ഫഖദ് ضل സവാഅ അസ്-സബീൽ. ആരെങ്കിലും ഈമാന് പകരം കുഫർ വിലക്ക് വാങ്ങിയാൽ അവൻ വഴികേടിലായി പോയിരിക്കുന്നു. അതുകൊണ്ട് നോക്കൂ, അനാവശ്യമായ ചോദ്യങ്ങൾ അത് നമ്മെ തന്നെ, ചോദിച്ചവരെ തന്നെ കുഴപ്പത്തിലാക്കും. അതിനുള്ള വലിയ ഉദാഹരണമാണ് ഇവരുടെ കഥ. അവർ പശുവിനെ അറുക്കാൻ പറഞ്ഞപ്പോൾ അതിനെ അറുക്കാതെ ചോദിക്കുകയാണ്, നിൻ്റെ റബ്ബിനോട് പറയൂ,
ചോദിക്കും മൂസ, ദുആ ചെയ്യൂ, യുബയ്യിൻ ലനാ മാഹി, അതെന്താണെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ. നോക്കൂ, അവർ കടുപ്പിച്ചു, അപ്പോൾ അള്ളാഹു അവർക്കും കടുപ്പിച്ചു, അവർക്ക് നിയമം അള്ളാഹു കടുപ്പിച്ചു. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിദു വലാ ബിക്റുൻ അവാനും ബൈന ദാലിക് ഫഫഅലു മാ തുമറൂൻ. ഖാല, മൂസാ നബി പറഞ്ഞു, ഇന്നഹു യഖൂൽ, അള്ളാഹു പറയുന്നു, ഇന്നഹാ ബഖറത്തുൻ, അതൊരു പശുവാണ്. എങ്ങനെയുള്ള പശുവാണ്? ലാ ഫാരിദുൻ വലാ ബിക്റുൻ, ഫാരിദുമല്ല ബിക്റുമല്ല. ഫാരിദ് എന്നാൽ പ്രായം കുറേ ചെന്നത്, കുറേ പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞ പശു. ബിക്ർ എന്ന് പറഞ്ഞാൽ തീരെ പ്രസവിച്ചിട്ടില്ല, ചെറിയ പശുവാണിത്. ബിക്ർ എന്നൊരു സാധാരണ സ്ത്രീക്ക് പറഞ്ഞാൽ കന്യക എന്നാണ് അർത്ഥം, വാഹിദ ആകാത്ത സ്ത്രീ. എന്നതുപോലെ പശുക്കളുടെ കൂട്ടത്തിൽ തീരെ പ്രസവിച്ചിട്ടൊന്നുമില്ല, ചെറിയതാണത്. ഫാരിദ് എന്നാൽ കുറേ പ്രസവിച്ച് കഴിഞ്ഞതാണ്. അത് രണ്ടും പറ്റൂല. അവാനുൻ ബൈന ദാലിക്, അതിന് രണ്ടിനും ഇടയിൽ പ്രായമുള്ളത്, ഒന്നോ രണ്ടോ ഒക്കെ പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള പശു. നിങ്ങൾ നോക്കൂ, ഇപ്പം എന്തായി? അവർക്ക് പണി കൂടി. ഇനി ഈ രണ്ട് വിഭാഗം പശുക്കൾ, അത് കുറേ ഉണ്ടാവും, അവയെ അറുത്താൽ ഇനി ശരിയാവുകയില്ല. നേരത്തെ ഏതെങ്കിലും പ്രായത്തിലുള്ളതിനെ പിടിച്ച് അറുത്താൽ മതിയായിരുന്നു. ചോദ്യം കാരണത്താൽ ചോദ്യത്തിൽ അവർ കടുപ്പിച്ചപ്പോൾ അവർക്ക് നിയമം അള്ളാഹു കടുപ്പിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. നേരത്തെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാത്തതിനുള്ള, അവരുടെ റസൂലിനെ മൂസ അലൈഹിസ്സലാമിനെ അനുസരിക്കാത്തതിനുള്ള ശിക്ഷയാണത് യഥാർത്ഥത്തിൽ. വല ബിക്റുൻ അവാനും ബൈന ദാലിക് ഫഫ്അലു മാ തുഅ്മറൂൻ. മൂസാ നബി പറയുകയാണ്, ഫഫ്അലു, അതുകൊണ്ട് ചെയ്യൂ, മാ തുഅ്മറൂൻ, നിങ്ങൾ കൽപ്പിക്കപ്പെടുന്നത് വേഗം ചെയ്യൂ, ചോദിക്കാൻ നിൽക്കരുത് എന്നാണ് അതിൻ്റെ സൂചന. ഇനി അധികം ചോദിക്കേണ്ടത്, പറഞ്ഞത് ചെയ്യൂ, കൽപ്പിക്കപ്പെട്ടത് ചെയ്യൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്നിട്ടും ഖൗമ് നിർത്തിയില്ല. ഫഫ്അലു മാ തുഅ്മറൂൻ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിക്കൂ വേഗം. നേരത്തെ അറുക്കാൻ കൽപ്പിച്ചത് കൂടാതെ ഒന്നുകൂടി പറയാണ്, കൽപ്പിക്കപ്പെട്ടത് ചെയ്യൂ നിങ്ങൾ. പക്ഷേ ഖൗമ് നിർത്തിയില്ല. ഖാലു, അവർ പറഞ്ഞു, ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗനുഹാ, അവർ പറഞ്ഞു, ഉദ്ഉ ലനാ റബ്ബക, ഓ മൂസ, നിന്റെ റബ്ബിനോട് ദുആ ചെയ്യൂ, യുബയ്യിൻ ലനാ, ഞങ്ങൾക്ക് വിവരിച്ചു തരാൻ, മാ ലൗനുഹാ, അതിൻ്റെ നിറം എന്താണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ബനു ഇസ്രായേലരുടെ ഈ റബ്ബക എന്ന പ്രയോഗത്തെക്കുറിച്ച് അവരുടെ മര്യാദകേടാണത് എന്ന് സൂചിപ്പിച്ചതാണ്. നിന്റെ റബ്ബ് എന്നാണല്ലോ പറയുന്നത്, അവരുടെ റബ്ബാണ്. നമ്മുടെ റബ്ബിനോട് എന്ന് പറയാതെ നിന്റെ റബ്ബിനോട്. സൂറത്തു തൗബയിൽ, സൂറത്തുൽ മാഇദയിൽ അവരോട് അള്ളാഹു ഫലസ്തീനിലേക്ക്, അർദുൽ മുഖദ്ദസത്തിലേക്ക് കടക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ജനങ്ങളുണ്ട്, അവിടെ വലിയ ശക്തിയുള്ള ആയുധബലമുള്ള ജനങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കയറില്ല. എന്നിട്ട് അവർ മൂസാ നബിയോട് പറഞ്ഞത് എന്താണ്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നീ നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ, ഇന്നഹാ ഹുനാ ഖായിദുൻ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. മര്യാദയില്ലാത്ത വർത്തമാനമാണ്. അപ്പോൾ നോക്കൂ, ഇവിടെയും പറയുന്നത് നിന്റെ റബ്ബിനോട് ദുആ ചെയ്യൂ, അതിൻ്റെ നിറം എന്താണ് എന്ന് അറിയിച്ചു തരാൻ. സുബ്ഹാനല്ലാഹ്, ചോദിച്ച് കടുപ്പം വിലക്ക് വാങ്ങുന്നത് നോക്കൂ നിങ്ങൾ. നിറം പ്രശ്നമായിരുന്നില്ല, ഏതെങ്കിലും ഒരു നിറത്തിലുള്ളതിന് അർത്താൽ മതിയായിരുന്നു. പക്ഷേ ചോദിച്ച് അവർ വീണ്ടും കടുത്ത നിയമങ്ങൾ വാങ്ങുകയാണ്. ഖാല, മൂസാ നബി പറഞ്ഞു, ഇന്നഹു യഖൂൽ, അള്ളാഹു പറയുന്നു. നോക്കൂ, റബ്ബ് അവരുടെ ചോദ്യത്തിനനുസരിച്ച് നിയമം വീണ്ടും കടുപ്പിച്ചു കൊടുക്കുന്നത്. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ സഫറാ ഫാഖിഉൻ ലൗനുഹാ തസുറു നാദിരീൻ. ഖാല ഇന്നഹു യഖൂൽ, മൂസാ നബി പറഞ്ഞു, അള്ളാഹു പറയുന്നു, ഇന്നഹാ ബഖറ, അതൊരു പശുവാണ്. സഫറ, ഏത് നിറത്തിലുള്ളതാണ്? മഞ്ഞ നിറത്തിലുള്ളതാണ്. സഫറ എന്നാൽ മഞ്ഞ നിറം. അസ്ഫർ, ഇത് മുഅന്നസ് ആയതുകൊണ്ടാണ് സഫറ എന്ന് പറയുന്നത്. ബഖറ എന്ന് പറഞ്ഞാൽ മുഅന്നസാണ്, അത് സ്ത്രീലിംഗമാണ്. അപ്പോൾ സ്ത്രീലിംഗത്തെ വിശേഷിപ്പിക്കാൻ സഫറ എന്ന് പറയും. പുല്ലിംഗമാണെങ്കിൽ എന്ത് പറയും? അസ്ഫർ. ഏതുപോലെ അസ്വദ്, അത് മുഅന്നസാണെങ്കിൽ പറയും സൗദ. അബിയദ് ബൈദ, അഹ്മർ ഹംറ, അഖ്ദർ ഖദ്റ, ഇങ്ങനെയാണ് പറയുക. അതുപോലെ അസ്ഫർ സഫറ, മഞ്ഞ നിറത്തിലുള്ള പശുവാണ്. ഫാഖിഉൻ ലൗനുഹ, ഫാഖിഉൻ ലൗനുഹ, അതിൻ്റെ ലൗൻ, അതിൻ്റെ നിറം ഫാഖിഅൻ. ഫാഖി എന്നാൽ അത് തെളിഞ്ഞ മഞ്ഞ നിറമാണ്, അല്ലെങ്കിൽ കടുത്ത മഞ്ഞ നിറമാണ്. തെളിഞ്ഞ മഞ്ഞ നിറം അല്ലെങ്കിൽ കടുത്ത മഞ്ഞ നിറം, ഇങ്ങനെയാണ് അതിന് വിശദീകരണം പറയപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല തസുറു, അത് സന്തോഷിപ്പിക്കണം നാദിരീൻ,
നോക്കുന്ന ആളുകൾക്ക് സന്തോഷം തോന്നുന്ന ഒരു ഭംഗിയുള്ള നിറമായിരിക്കണം അതിൻ്റേത്. നോക്കൂ, ചില നിറങ്ങളും ചില രൂപവും നോക്കിയാൽ ആളുകളുടെ മനസ്സിൽ അതിൻ്റെ സ്വാധീനമുണ്ടാകും എന്നതിന് ഈ ആയത്ത് തെളിവാണ്. ഖുർത്തുബി പോലെയുള്ള മുഫസ്സിറുകൾ ഉദ്ധരിച്ചത് കാണാം. ചില ആളുകൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിറങ്ങൾ അത് സന്തോഷമുണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞത് കാണാം. ഒരു നിരീക്ഷണം മാത്രമാണ്, മനസ്സിലായി. ചില നിറങ്ങൾ അത് മനസ്സിന് എന്തുണ്ടാക്കും? കുടുക്കമുണ്ടാക്കും, പ്രയാസമുണ്ടാക്കും. ചിലത് മനസ്സിന് സന്തോഷം നൽകും. ചിലരതുകൊണ്ട് അവരുടെ ചെരുപ്പ് പഴയ കാലത്ത് മഞ്ഞ നിറത്തിലിട്ട് ഉള്ളത് ധരിച്ച് നടന്നു എന്ന് കാണാം. അതായത് ഇത് എപ്പോഴും കാണുമ്പോൾ സന്തോഷമുണ്ടാകും എന്ന നിരീക്ഷണം കൊണ്ട് മാത്രം. അതൊരു നിരീക്ഷണം മാത്രം, ചില ആളുകളുടെ നിരീക്ഷണം മാത്രം. അത് എല്ലാവർക്കും അതുപോലെ ആയിക്കൊള്ളണം എന്നില്ല, എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ചിലരുടെ നിരീക്ഷണമായി രേഖപ്പെടുത്തിയത് കാണാം. പക്ഷെ അത് ആളുകൾക്ക് മനസ്സിന് ഭംഗി ഉണ്ടാക്കുന്ന കാഴ്ചയുള്ള, കണ്ടാൽ സന്തോഷം തോന്നുന്ന നിറത്തിലുള്ള, മഞ്ഞ നിറത്തിലുള്ള പശുവായിരിക്കണം. നിങ്ങൾ നോക്കൂ, ഇത് വീണ്ടും അത് ഈ കൽപ്പന കടുപ്പമാവുകയാണ്. ഈ നിറത്തിലുള്ളതിനെ കണ്ടുപിടിക്കണം, ഈ നിറത്തിലുള്ള ഭംഗിയുള്ള പശുവിനെ കണ്ടുപിടിക്കണം. ആദ്യം ഏതെങ്കിലും ഒരു പശുവിനെ അറുത്താൽ മതിയായിരുന്നു. എന്നിട്ടും അവർ നിർത്താൻ ഉദ്ദേശിച്ചില്ല, വീണ്ടും ചോദിക്കുകയാണ്. ഇത് നോക്കൂ, ഇതെല്ലാം ഇഅ്തിറാദിൻ്റെ ചോദ്യങ്ങളാണ്. അതായത് ചെയ്യാൻ ഉദ്ദേശമില്ലാത്തവൻ്റെ, അനുസരിക്കാൻ ഉദ്ദേശമില്ലാത്തവരാണ് ഇത്തരം ചോദ്യം ചോദിക്കുക. അനുസരിക്കാനായിരുന്നു അവരുടെ ഉദ്ദേശമെങ്കിൽ നേരത്തെ ആദ്യം തന്നെ അനുസരിച്ചാൽ മതിയായിരുന്നു. ചില ആളുകൾ ചോദിക്കാനുണ്ട്, നമുക്ക് തോന്നുന്നു ഇവനിത് പ്രവർത്തിക്കാനാണ്. അല്ല, പ്രവർത്തിക്കാനല്ല, ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ചെയ്യാതിരിക്കാൻ ചില ആളുകൾ ചില ഹറാമുകളെക്കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് കാണാം. അവനത് ഉപേക്ഷിക്കാനല്ല, എങ്ങനെയെങ്കിലും ഹലാലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അതുപോലെ ചില ആളുകൾ ചില നിർബന്ധ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും, ചെയ്യാനല്ല. പിന്നെയോ അവനെങ്കിലും ഇത് ഒഴിവായി കിട്ടണം, അതിനു വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റാൻ ഉദ്ദേശിക്കുന്നവൻ അത് വേഗം നിറവേറ്റുകയാണ് ചെയ്യുക. ഇമാം അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, താലിബുൽ ഹഖ് യക്ഫീഹി ദലീൽ, സത്യം അന്വേഷിക്കുന്നവന് അവനൊരു തെളിവ് മതി. എന്നാൽ സാഹിബുൽ ഹവ ലാ യക്ഫീഹി അൽഫു ദലീൽ, ഒരുവൻ തൻ്റെ ദേഹേച്ഛയെ, തോന്നിവാസത്തെ പിൻപറ്റാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അവൻ ഹവയുടെ ആളാണ് എങ്കിൽ അവൻ 1000 തെളിവ് കിട്ടിയാലും ഒരു പ്രയോജനവുമില്ല, പിന്നെ തർക്കിച്ചുകൊണ്ടേയിരിക്കും. സത്യം അന്വേഷിക്കുന്നവർ ഒറ്റ തെളിവ് ധാരാളമാണ്, ഒരു തെളിവ് ധാരാളമാണ്. അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ സുബ്ഹാനല്ലാഹ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ മുൻഗാമികൾ ഹക്ക് കേട്ടപ്പോൾ അപ്പത് സ്വീകരിച്ചു. കാരണം അവരുടെ മനസ്സ് അത്രയും ശുദ്ധമായിരുന്നു, അവരുടെ മനസ്സ് അത്രയും ശുദ്ധമായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അനുഭവം ആദ്യം പറഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ അത് വിശ്വസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, എന്നിട്ട് പറഞ്ഞു ഖദീജക്ക് സലാം അറിയിക്കുക, റബ്ബിൻ്റെ സലാം അറിയിക്കുക. സ്വർഗത്തിൽ ഖസബിൻ്റെ ഒരു വീടുണ്ടെന്ന സന്തോഷ വാർത്തയാണ്. ഖസബ് എന്നാൽ മുത്താണ്, മുത്തുകൊണ്ടുള്ള ഒരു ഭവനമുണ്ട് എന്നും, അവിടെ ഒരു സഹബുണ്ടാവുകയില്ല, ഒരു ശബ്ദമോ പ്രയാസമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒച്ചയോ അവിടെ ഉണ്ടാവുകയില്ല. ശാന്തമായൊരു ഭവനം, മുത്തുകൊണ്ടുള്ള ഭവനം ഉണ്ട് എന്നറിയിക്കുക. ചില പണ്ഡിതന്മാർ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഖസബ് എന്നത് മുത്തിനെ അറബിയിൽ ആളുകൾ കൂടുതലായി പ്രയോഗിക്കുന്ന പ്രയോഗമല്ല, മറിച്ച് അതിന് വേറെ പ്രയോഗങ്ങളുണ്ട്. ലുലു, അതുപോലെ ദുർ പോലെയുള്ള പ്രയോഗങ്ങൾ. ഖസബ് എന്ന വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം ഖസബു സബ്ഖ് എന്ന് പറയും. നേരത്തെ വന്ന അയാൾക്ക് ഖസബു സബ്ഖ് ഉണ്ട് എന്ന് പറയും. അത് സൂചിപ്പിക്കാനാണ്. ഖദീജ റളിയല്ലാഹു അൻഹ എല്ലാവരെക്കാളും മുന്നേ ഇസ്ലാം സ്വീകരിച്ചു. പിന്നെയോ സ്വർഗം അത് സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സ്ഥലമാണ്. അവിടെ ഒച്ചയും വിളിയൊന്നുമില്ല, ജനങ്ങൾക്ക് അലോസരമുണ്ടാക്കുന്ന ഒരു ശബ്ദവുമില്ല. യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. അവിടെ പ്രയാസപ്പെടുത്തുന്ന, അലോസരപ്പെടുത്തുന്ന എന്തെങ്കിലും വാക്കോ
കളവുകളോ മോശമായൊരു സംസാരം കേൾക്കേണ്ടി വരികയില്ല. സമാധാനമേകുന്ന പ്രയാസങ്ങൾ ഏതുമില്ലാത്ത വാക്കുകളല്ലാതെ അതാണ് സ്വർഗം. പക്ഷേ ഖദീജക്കുള്ള വീട്ടിനെ കുറിച്ച് പ്രത്യേകം അവിടെ ഒച്ചയുംപൊളിയില്ല, ഒച്ചപ്പാടുകളില്ല എന്ന് വന്നിരിക്കുന്നു. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ പോലും ഒരല്പം പോലും ശബ്ദം ഉയർത്തേണ്ടി വന്നിട്ടില്ല. ഖദീജ ഒന്ന് അനുസരിപ്പിക്കാൻ, ഒന്ന് വിശ്വസിപ്പിക്കാൻ നബിക്ക് ഒരു ശബ്ദം ഉയർത്തേണ്ടി വന്നിട്ടില്ല, ഒന്ന് ഒച്ചെടുക്കേണ്ടി വന്നിട്ടില്ല. മറിച്ച് അത് അപ്പോൾ തന്നെ വിശ്വസിക്കാൻ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കാൻ. നബി പറയാൻ, ഇന്ന ഖശീതു അലാ നഫ്സി, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോകുമെന്ന് ഞാൻ പേടിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഖദീജയുടെ അരികിലേക്ക് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖദീജ പറഞ്ഞു, കല്ല ലാ യുഖ്സിക അല്ലാഹു അബദ, ഒരിക്കലുമില്ല, അള്ളാഹു താങ്കൾ അപമാനിക്കുകയില്ല. വഇന്നക ലതസിലുർ റഹിം വതഖ്രി ദൈഫ് വതുഈനു അലാ നവാഇബിൽ ഹഖ്, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നു, പാവങ്ങളെ സഹായിക്കുന്നു, അതിഥിയെ ആദരിക്കുന്നു, പ്രയാസങ്ങളിൽ അകപ്പെട്ട ആപത്തുകളിൽപ്പെട്ട ആളുകളെ അവർക്ക് താങ്ങിയേകുന്നു എന്നിങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ നോക്കൂ, സത്യം അന്വേഷിക്കുന്ന ശുദ്ധമായ ഹൃദയമുള്ള ആളുകൾക്ക് സത്യം സ്വീകരിക്കേണ്ടത് ഏറ്റവും എളുപ്പമുള്ള സന്തോഷമുള്ള കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഹക്ക് കേട്ടാൽ ഇന്ന് വരെ ഞാൻ ഈ കാലത്തോളം 40, 50, 60 കൊല്ലം ഞാൻ വിശ്വസിച്ചതിനും ഞാൻ ചെയ്തതിനും എതിരാണെങ്കിൽ പോലും അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കിട്ടിയാൽ എനിക്ക് സന്തോഷമാണ് തോന്നുന്നത്, ഞാൻ സത്യം അന്വേഷിക്കുന്ന ആളാണെങ്കിൽ. കാരണം ഹക്കിന് അത് അന്വേഷിക്കുന്നവൻ്റെ അരികിൽ എന്തിനേക്കാളും വിലയുണ്ടാവും. അതേസമയം ബിദ്അത്തും ഹവയും ഒക്കെ പിടികൂടി അവൻ ഇഷ്ടപ്പെടാത്തത് ഖുർആനിലും സുന്നത്തിലും വന്നു കേട്ടാൽ അവൻ ദേഷ്യം പിടിക്കും. അതുകൊണ്ടാണ് ബിദ്അത്തിൻ്റെ കക്ഷികൾക്ക് നീ ഹദീസ് കൊണ്ട് കൊടുത്തു നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അവൻ ദേഷ്യം പിടിക്കും. അവൻ ആചരിച്ചു വരുന്നതിനെതിരാണ് അവൻ ദേഷ്യം പിടിക്കും. എന്നാൽ സാഹിബു സുന്നത്തിൻ്റെ ഹക്കിൻ്റെ വക്താവാണോ, ഇത്രയും കാലം അവൻ ചെയ്ത അമലിനെതിരാണ് ഒരു ഹദീസ് എങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കേട്ടാൽ, നബിയുടെ ഹദീസ് സഹിയായി വന്നു കിട്ടിയാൽ അവന് സന്തോഷമാണ് തോന്നുന്നത്, സന്തോഷിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കിട്ടിയല്ലോ, കാരണം അവൻ അള്ളാഹുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. സത്യം എന്താണ്, നബി കൊണ്ടുവന്ന ദീൻ എന്താണ് എന്ന് അറിയുകയാണ് അവൻ്റെ ഉദ്ദേശം, അവൻ്റെ ലക്ഷ്യം അതാണ്. മറ്റുള്ള താല്പര്യങ്ങൾ അവന് ഇല്ല. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ. ഹവ, ദേഹേച്ഛ, അതുപോലെ തോന്നിവാസങ്ങൾ ഒരിക്കലും നമ്മെ എവിടെയും സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പാടില്ല. നമ്മൾ എത്ര കാലം നമ്മൾ സ്വീകരിച്ചു പോകുന്ന കാര്യമാണ് എങ്കിലും. സഹാബത്ത് അങ്ങനെയായിരുന്നു റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ജദ്ദത്തിൻ്റെ ഉപ്പയുടെ ഉമ്മ ഇവരുടെ മീറാത്ത് അത് സംബന്ധിച്ച, അവരുടെ അനന്തര സ്വത്ത് സംബന്ധിച്ച ഹദീസ്, അവരിലൊരാൾ അനന്തര സ്വത്തിൻ്റെ തർക്കവുമായി അബൂബക്കർ സിദ്ദീഖിൻ്റെ അരികിലേക്ക് വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയുടെ ഹദീസ്, നബിയുടെ വാക്ക് ഞാൻ ഒരിക്കലും നിങ്ങൾക്കൊരു ഓഹരി ഉള്ളതായി കേട്ടിട്ടില്ല. അപ്പോൾ ഒരു സഹാബി വന്ന് പറയുകയാണ്, അദ്ദേഹം വളരെ, നമ്മളിൽ പലരും പേര് കേൾക്കാത്തൊരു സഹാബിയാണ്. അദ്ദേഹം വന്ന് പറഞ്ഞു, അല്ല ഖലീഫത്ത് റസൂലില്ലാഹ്, അവർക്ക് ഇന്ന ഓഹരിയുണ്ട്, അവർക്ക് ചില നിബന്ധനകൾക്ക് വിധേയമായി ഇത്ര ഓഹരിയുണ്ട് എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കുകയാണ്. നിങ്ങൾ നോക്കി, ഞാൻ അള്ളാഹു ഖുർആൻ നബിയുടെ സാഹിബ് എന്ന് വിശേഷിപ്പിച്ച ഞാൻ കേൾക്കാത്ത ഹദീസോ എന്ന് അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചോ? ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു, നബിയിൽ നിന്ന് വന്നു കിട്ടിയെന്ന് ഉറപ്പായപ്പോൾ അത് സ്വീകരിക്കുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതുപോലെ ഒരു ഹദീസ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 3 തവണ അനുവാദം ചോദിക്കണം, എന്നിട്ട് കിട്ടിയില്ല എങ്കിൽ പിരിഞ്ഞു പോകണം എന്ന ഹദീസാണ്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത് കേട്ടിട്ടില്ലായിരുന്നു. ഒരു സഹാബി ഇത് പറഞ്ഞപ്പോൾ ഉമർ പറഞ്ഞു, നീ അല്ലാതെ വേറെ ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ വേറെ സഹാബിമാർ വന്ന് ഉമറിനോട് പറഞ്ഞു. ഉമർ അത് ഉറപ്പായി. അപ്പോൾ ഉമർ കച്ചവടത്തിന് പോയപ്പോൾ കുറേ ഹദീസൊക്കെ ഒഴിവായിപ്പോയി, കിട്ടാതെ പോയിപ്പോയി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ കുറിച്ച് പറയാൻ, ഉമർ കച്ചവടം ചെയ്യാൻ പോയപ്പോൾ കുറേ ഹദീസൊക്കെ കിട്ടാതെ പോയി. ആരാണിത്? അന വ അബൂബക്കർ ഉമർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഞാനും അബൂബക്കർ ഉമർ ഇങ്ങനെ നബി പലതവണ പറയാറുണ്ടായിരുന്നു.
ആ ശ്രേഷ്ഠതയുള്ള അമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കേട്ടപ്പോൾ അത് ഉറപ്പായപ്പോൾ സ്വീകരിക്കാം. ഇതാണ് ദീനിനെ കുറിച്ച് നമ്മുടെ നിലപാട്. കാരണം നമുക്ക് എന്തില്ല, ഈ ദീനിൽ നമ്മുടേതായി യാതൊന്നും നമ്മുടെ ഒരു നമ്മൾ പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ളവർ പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉസ്താദുമാർ പറഞ്ഞതുകൊണ്ട് അതേ ശരിയാകാവൂ എന്നില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുറപ്പായോ അതിനപ്പുറത്ത് ഒരാൾക്കും ഒരു കലാമുമില്ല, ഒരു സംസാരവും ഇല്ല. ഇത് നമ്മളെല്ലാവരും, ഞാൻ നിങ്ങളും ഏത് കാലവും മനസ്സിലുറപ്പിക്കേണ്ട കാര്യമാണ്. എങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ വിജയിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയാൽ നമ്മൾ വിജയിച്ചു. അത് മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കി, ഈ ഉമ്മത്തിലെ സലഫ് അവരുടെ മദ്ഹബ് എന്താണോ, അവരുടെ മൻഹജ് എന്താണോ, അതിനനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ വിജയിച്ചു. നിങ്ങൾ നോക്കൂ, അവർ വീണ്ടും പറയുകയാണ്, ഖാലു ദുഉനാ റബ്ബക യുബയ്യിൻ ലനാ മാഹി, നിന്റെ റബ്ബിനോട് ദുആ ചെയ്യൂ, എന്താണ് ആ പശു എന്ന് ഞങ്ങൾക്ക് വിവരിച്ചു തരാൻ. ഇന്നൽ ബഖറ തശാബഹ അലൈനാ, ഇന്നൽ ബഖറ പശുക്കൾ അത് തശാബഹ അലൈനാ, ഞങ്ങൾക്കെല്ലാം അതിൽ ഞങ്ങൾ ആശയക്കുഴപ്പത്തിലാണ്, അത് വേർതിരിച്ച് എന്നതിനർക്കണം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇന്നൽ ബഖറ തശാബഹ അലൈന. ഇവിടെ അൽ ബഖർ എന്ന് പറഞ്ഞു, ബഖറത്ത് എന്ന് പറയാതെ അൽ ബഖർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് പശുക്കൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു വർഗ്ഗനാമം എന്ന് പറയും. ഇപ്പോൾ ഷജറത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു മരം, എന്നാൽ അഷ്ഷജർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരങ്ങൾ എന്നാണ്. കിതാബുൻ എന്ന് പറഞ്ഞാൽ ഒരു കിതാബ്. അതേസമയം അൽ കിതാബു എന്ന് എന്തർത്ഥത്തിൽ പറയും? കിതാബുകൾ എന്ന അർത്ഥത്തിൽ പറയും, അങ്ങനെ ഉപയോഗിക്കും. ആ അർത്ഥത്തിലാണ് ഈ പ്രയോഗം. പശുക്കളെല്ലാം ഒരുപോലെ തോന്നുന്നു. എന്നിട്ട് അവസാനം അവർ പറഞ്ഞു, ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, തീർച്ചയായും ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ലമുഹ്തദൂൻ, ഞങ്ങൾ നേരായ വഴിയിലെത്തിക്കോളാം. മൂന്നാമത്തെ ചോദ്യത്തിൽ അവർ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഖൗമിന് പിന്നെ ചോദിക്കാൻ തോന്നിയില്ല. ഇൻഷാ അല്ലാഹ് എന്ന് മൂന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് പിന്നെ ചോദിക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് പിന്നെ ചോദിച്ചില്ല. ഈ ചോദ്യത്തിന് മറുപടി കിട്ടിയപ്പോൾ അത് സ്വീകരിച്ചു. പക്ഷെ അപ്പോഴേക്കും കുറേ കടന്നു പോയിരുന്നു, അപ്പോഴേക്കും കുറേ സ്റ്റെപ്പുകൾ അവർ മുന്നോട്ടെടുത്ത് വെച്ചു പോയിരുന്നു. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ദലൂലുൻ തുസീറുൽ അർദ് വലാ തസ്ഖിൽ ഹർസ് മുസല്ലമത്തുൻ ലാ ശിയത ഫീഹാ. ഖാല മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നഹു യഖൂൽ, അള്ളാഹു പറയുന്നു, ഇന്നഹ ബഖറ, അതൊരു പശുവാണ്. എങ്ങനെയുള്ള പശു? ലാ ദലൂൽ. ദലൂൽ എന്ന് പറഞ്ഞാൽ അത് പണിയെടുത്ത് ദില്ലത്തിലാകെ തളർന്നു പോവുക, പണിയെടുത്ത് ഒതുങ്ങിയ ഒരു പശു ആകരുത്. തുസീറുൽ അർദ്, എങ്ങനെ? ഭൂമി കിളച്ചുകൊണ്ട്, അഥവാ കുറേ കൃഷിപ്പണി എടുപ്പിച്ച് അതിന് പശുക്കളെ ഉപയോഗിക്കാറുണ്ടല്ലോ ഭൂമി കിളക്കാൻ. അങ്ങനെ പണിയെടുത്ത് ഒതുങ്ങിയ പശുവാകരുത്. വലാ തസ്ഖിൽ ഹർസ്, കൃഷിക്ക് നനക്കാൻ ഉപയോഗിക്കുന്ന പശുവുമാകരുത്. തീർന്നില്ല. മുസല്ലമത്തുൻ, യാതൊരു ന്യൂനതയും ഉണ്ടാകാൻ പാടില്ല. ഒരു പരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അവയവത്തിന് കേടുപാടുകളോ ഉണ്ടാകാൻ പാടില്ല. ലാ ശിയത ഫിഹ, കഴിഞ്ഞില്ല. ലാ ശിയത ഫിഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിറമല്ലാതെ, നേരത്തെ പറഞ്ഞ നിറം മഞ്ഞ നിറം, അതല്ലാതെ വേറൊരു കളർ ഉണ്ടാകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, മഞ്ഞയല്ലാത്ത വേറൊരു നിറവുമില്ലാത്ത ഒരു പശു. അത് പ്രായം വളരെ ചെന്നതല്ല, വളരെ ചെറുതുമല്ല. അതുപോലെ അത് കൃഷിക്കോ ഭൂമി കിളക്കാനോ നനക്കാനോ ഉപയോഗിച്ചതായിരിക്കാൻ പാടില്ല. അതിൽ എന്തെങ്കിലും പോറലുകളോ പരിക്കുകളോ വൈകല്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ നിറമല്ലാതെ, മഞ്ഞ നിറമല്ലാതെ വേറൊരു നിറം ശരീരത്തിനുണ്ടാകാൻ പാടില്ല. ഈ പശുവിന് വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാണ്. അതിന് അന്വേഷിച്ച് തഫ്സീറുകൾ സുബ്ഹാനല്ലാഹ് വലിയ വില കൊടുത്ത്, കുറേ സ്വർണ്ണമൊക്കെ കൊടുത്ത് അവർ വാങ്ങേണ്ടി വന്നു എന്നിങ്ങനെയുള്ള കഥകൾ വരെ കാണാം. അതിനെ കണ്ടെത്താൻ ഒരുപാട് അവർ കഷ്ടപ്പെട്ടു, വലിയ വില കൊടുത്തവർ വാങ്ങേണ്ടി വന്നു. ഇത്രയും വസ്ഫുകൾ വന്നു കിട്ടിയപ്പോൾ കൗമ് പറയുകയാണ്, ഖാലു, അവർ പറഞ്ഞു, അൽ ആന ജിഅത ബിൽ ഹഖ്, ഇപ്പോഴാണ് നിങ്ങൾ ഹക്കുമായി ശരിക്കും നിങ്ങൾ പറഞ്ഞു തന്നത്, ഇപ്പോഴാണ്. കളവാണത്, വിവരക്കേടാണ്. ആദ്യം മൂസ അലൈഹിസ്സലാം പറഞ്ഞത് തന്നെ ഹക്കായിരുന്നു. ആദ്യം പറഞ്ഞത് തന്നെ അവർക്ക് മതിയായ വിവരമായിരുന്നു. ഒരു പശുവിനെ പിടിച്ചർത്താൻ മതി. പക്ഷെ അവർ പറയാണ്, അൽ ആന ജിഅത ബിൽ, ഇപ്പോഴാണ് ശരിയായത്, ഇപ്പോഴാണ് നിങ്ങൾ ഹക്കുമായി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്തൊരു വിവരക്കേടിൻ്റെ കൗമായിരുന്നു എന്നാലോചിച്ച് നോക്കും.
എന്തൊരു നന്ദികേടിൻ്റെ ധിക്കാരത്തിൻ്റെ ജനതയായിരുന്നു എന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പോഴാണ് നിങ്ങൾ ഹക്കുമായി വന്നത്. അള്ളാഹു പറയുന്നു ഫദബഹൂഹ, അങ്ങനെ അവരതിനെ അറുത്തു. വമാ കാദു യഫ്അലൂൻ, അവരത് ചെയ്യാതെ പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കത് സാധിക്കുകയില്ലായിരുന്നു. എങ്ങനെയൊക്കെയോ ചെയ്തു കൂട്ടിയതാണ്. അതാണ് വമാ കാദു യഫ്അലൂൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ഖ്യാദ യഫ്അൽ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ഓങ്ങി, അത് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചുകൂട്ടി, ആ അർത്ഥം വരുന്ന പ്രയോഗമാണ് വമാ കാദു യഫ്അലൂൻ. എങ്ങനെയൊക്കെയോ അവരതിനെ അറുത്തു. നോക്കൂ, ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അവർക്ക് വന്നത് അവരുടെ ധിക്കാരത്തിൻ്റെ ചോദ്യങ്ങൾ കാരണത്താലാണ്. മൂസ അലൈഹിസ്സലാമിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ കൽപ്പന ആദ്യം അനുസരിക്കാത്തത് കൊണ്ടാണ്. ഇതിൽ നിന്ന് നമുക്കുള്ള പാഠമാണ്, അള്ളാഹു കൽപ്പിച്ചത് അനുസരിക്കാതിരുന്നാൽ തഅബായിരിക്കും ഫലം. അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളിൽ നിന്ന് ചാടിക്കടക്കാൻ ശ്രമിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിരിക്കും നമ്മെ കാത്തിരിക്കുക. അതേസമയം അള്ളാഹുവിനെ അവൻ്റെ റസൂലിനെയും അനുസരിച്ചാൽ അള്ളാഹു കാര്യം എളുപ്പമാക്കി തരും. മയത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു അവന് മഖ്റജ് ഏർപ്പെടുത്തി കൊടുക്കുന്നത്, പോംവഴി ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരോട്, അങ്ങനെ ജീവിതത്തിൽ തോന്നിയവരോട് ചോദിച്ചു നോക്കൂ, അവരെ അള്ളാഹു എത്ര എത്ര പ്രയാസങ്ങളിലാണ് കാത്തിട്ടുള്ളത്. എവിടെയെല്ലാമാണ് കുടുങ്ങിയെന്ന് തോന്നിയപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ അവരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു എന്തെല്ലാം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സഹാബത്തിനെ, നമ്മുടെ മുൻഗാമികളെ എന്തെല്ലാം പ്രയാസങ്ങളിൽ അള്ളാഹു രക്ഷപ്പെടുത്തി. കാരണം അവർ അള്ളാഹുവിനെ സൂക്ഷിച്ചിരുന്നു. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു കൈവിടുകയില്ല. അതേസമയം അള്ളാഹുവിനെ ധിക്കരിച്ചാൽ, അവൻ്റെ കൽപ്പനകളെ വില കുറച്ച് കണ്ടാൽ ദുനിയാവിലും ആഖിറത്തിലും അവൻ പ്രയാസത്തിലായിരിക്കും. ഇന്നൽ അബ്റാറ ലഫി നഈം വഇന്നൽ ഫുജ്ജാറ ലഫി ജഹീം. ഇന്നൽ അബ്റാറ ലഫി നഈം, പുണ്യവാന്മാർ നഈമിലാണ്, സുഖത്തിലാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു ഫി ദുനിയ വഫിൽ ബർസഖ് വഫിൽ ആഖിറ, ഈ ലോകത്തും ബർസഖിലും പരലോകത്തിലും അവൻ നഈമിലാണ്, സുഖത്തിലാണ്. അള്ളാഹുവിനെ അറിഞ്ഞതുകൊണ്ട്, അള്ളാഹുവിനെ മനസ്സിലെപ്പോഴും കണ്ടതുകൊണ്ട്, റബ്ബിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അവൻ അനുസരിക്കുന്നത് കൊണ്ടുള്ള സന്തോഷത്തിലാണ് അവൻ. വൈന്നൽ ഫുജ്ജാർ ലഫി ജഹീം, വൃത്തികേടിൻ്റെ ആളുകൾ ജഹീമിലാണ്, അവർ നരകത്തിൻ്റെ പീഡനങ്ങളിലാണ്, നരകത്തിൻ്റെ പ്രയാസങ്ങളിലാണ്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു ഫി ദുനിയ വഫിൽ ബർസഖ് വഫിൽ ആഖിറ, ഈ ലോകത്തും ബർസഖിലും പരലോകത്തും അവർ ആ നീറ്റലിലായിരിക്കും, അവൻ്റെ ദുനിയാവിലെ ജീവിതവും കുടുങ്ങിയിട്ടായിരിക്കും. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച ഒരു ദിവസം, തിന്മകളിൽ വീണുപോകാത്ത ഒരു ദിവസം അള്ളാഹു ഒരു മനുഷ്യൻ്റെ മനസ്സിലിട്ട് കൊടുക്കുന്ന സന്തോഷം, അതിന് എത്ര വില കൊടുത്താലാണ് മതിയാവുക. ഒരു തിന്മ ചെയ്താൽ മനസ്സിലുണ്ടാകുന്ന നീറ്റൽ, അള്ളാഹുവുമായി അവനുണ്ടാകുന്ന അകൽച്ച, അവൻ്റെ മനസ്സിനെ പിടികൂടുന്ന ഒറ്റപ്പെടൽ, ഇത് അവൻ മഅസിയത്തിൽ തിന്മ ചെയ്യുമ്പോൾ അനുഭവിച്ച സുഖം ആയി തട്ടിച്ചു നോക്കിയാൽ അതിൻ്റെ 10 മടങ്ങ് പ്രയാസമാണ് അവൻ അനുഭവിക്കുന്നത്. അള്ളാഹുവിനെ ധിക്കരിച്ചാൽ ഒരാൾക്ക് മനസ്സിൽ അവൻ ഒറ്റപ്പെടൽ അനുഭവിക്കും. കാരണം റബ്ബിൻ്റെ കൂട്ടിൽ നിന്നാണ് അവൻ വിട്ടുപോയിട്ടുള്ളത്. റബ്ബ് കൂടെ ഉണ്ടാകും, അള്ളാഹുവിനെ അനുസരിക്കുന്നവരുടെ കൂടെ ഉണ്ടാകും എന്നതിൽ നിന്നാണ് അവൻ പിന്നോട്ട് പോയിട്ട് അവനെ ബാധിക്കുന്ന വഹ്ശത്ത്, ഏകാന്തത. എത്ര ആളുകൾ കൂടെ ഉണ്ടെങ്കിലും അവൻ്റെ മനസ്സിലൊരു വഹ്ശത്ത് പിടികൂടും. വഹ്ശത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട അവസ്ഥ. എന്താണ് കാരണം? അവർ റബ്ബിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു, അള്ളാഹുവിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ഇത് തിന്മകളുടെ വളരെ മോശമായ ഫലങ്ങളിൽ ഒന്നാണ്, മനസ്സിന് ബാധിക്കുന്ന വഹ്ശത്ത് എന്ന് പറയുന്നത്. എന്നാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവനാണ്, അവൻ്റെ കൂടെ ഒരാളുമില്ല എങ്കിൽ അവൻ സന്തോഷത്തിലാണ്. അബ്ദുല്ലാഹ് മുബാറക് റഹിമഹുല്ലാ, അദ്ദേഹം നിസ്കരിച്ച് കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് ഇങ്ങനെ കയറിപ്പോകുമ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ കൂടെ ഇരുന്നൂടെ, എവിടേക്കാണ് പോകുന്നത്, ഒറ്റക്ക് പോയിരിക്കുകയാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും കൂടെ ഇരിക്കാനാണ് ഈ വീട്ടിൽ പോകുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹദീസുകൾ പഠിക്കാൻ, അത് വായിക്കാൻ ആണ് സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ ആരുടെ കൂടെയാണ്? മുൻഗാമികളുടെ സഹാബത്തിൻ്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണ്. അത് വായിച്ചു കൊണ്ടിരിക്കെ ഒരാളും കൂടെ ഇല്ല എങ്കിൽ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ എന്താണ്? അവരെന്നെ ജയിലിൽ അടക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. എൻ്റെ ജന്നത്ത് എൻ്റെ കൽബിലാണ്, എൻ്റെ ജന്നത്ത് ദുനിയാവിലെ എൻ്റെ സ്വർഗം എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിലാണ്. കാരണം അവർ അള്ളാഹുവിനെ അനുസരിച്ചതുകൊണ്ട്, അവന് വേണ്ടി ജീവിച്ചതുകൊണ്ട്, അവൻ്റെ ദീനിൻ്റെ വിജ്ഞാനം പഠിച്ചതുകൊണ്ട് മനസ്സിൽ
വലിയ സന്തോഷത്തിലാണുള്ളത്. ചില മുൻഗാമികൾ പറഞ്ഞു, രാജാക്കന്മാരും അവരുടെ മക്കളും രാജകുമാരന്മാരും ഞങ്ങൾ മനസ്സിൽ അനുഭവിക്കുന്ന സന്തോഷം അറിഞ്ഞിരുന്നുവെങ്കിൽ ലജഅലദൂന അല സുയൂഫ്, വാളുകൾ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഞങ്ങളിൽ നിന്ന് ആ സന്തോഷം അവർ നേടിയെടുക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ വാളുകൊണ്ട് അതിനുവേണ്ടി ഞങ്ങളോട് പോരാടിയത്. അള്ളാഹുവിനെ അനുസരിക്കുന്നത് കൊണ്ട് മനുഷ്യന് ലഭിക്കുന്ന സന്തോഷമാണത്. നേരെ തിരിച്ചിട്ട് അള്ളാഹുവിനെ ധിക്കരിച്ചാൽ മനസ്സ് വല്ലാത്ത കുടുക്കത്തിൽ, നീറ്റലിൽ മനസ്സ് കുടുങ്ങും, അതിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ അനുസരിക്കാതിരുന്നത് കൊണ്ട് അവർക്കുണ്ടായ പ്രയാസമാണിത്. എന്നിട്ട് അടുത്ത 2 ആയത്തുകളിൽ ആണിത് പറയുന്നത്. എന്ത്? ഈ പശുവിനെ അറുക്കാൻ എന്തിനു പറഞ്ഞു എന്നത്. അത് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വൈദ് ഖതൽതും നഫ്സ, അള്ളാഹു പറഞ്ഞു വൈദ് ഖതൽതും നഫ്സൻ, നിങ്ങളൊരു മനുഷ്യനെ കൊലപ്പെടുത്തിയ സന്ദർഭം, ഫദ്ദാറഅതും ഫീഹാ, എന്നിട്ട് നിങ്ങൾ അതിൽ തർക്കിച്ചു. വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ, നിങ്ങൾ മറച്ചു വെക്കുന്നത് അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നവനാണ്. ഫഖുൽന ഇദ്രിബൂഹു ബിബഅദിഹാ, ഫഖുൽന, നാം പറഞ്ഞു, ഇദ്രിബൂഹു ബിബഅദിഹാ, പശുവിനെ അവർ അറുത്തപ്പോൾ അള്ളാഹു പറഞ്ഞു ആ അറുക്കപ്പെട്ട പശുവിൻ്റെ ഒരു ഭാഗമെടുത്ത്, അതിൻ്റെ മാംസത്തിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ അടിക്കുക. ഫഖുൽന ഇദ്രിബൂഹു ബിബഅദിഹാ, അള്ളാഹു പറയുന്നു കദാലിക യുഹ്യില്ലാഹുൽ മൗത, അങ്ങനെയാണ് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. വയുരീക്കും ആയാതിഹി, അവൻ്റെ ആയത്തുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ആലോചിക്കാൻ. അങ്ങനെ അതുകൊണ്ട് ആ മരിച്ച മനുഷ്യനെ അടിച്ചപ്പോൾ മരിച്ച ഈ മനുഷ്യൻ എഴുന്നേറ്റ് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാ ഇന്ന ആളാണ് എന്നെ കൊന്നത്. എന്നിട്ട് അയാൾ വീണ്ടും മരിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അയാൾ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു ഇന്ന മനുഷ്യനാണ് എന്നെ കൊന്നത്. എന്നിട്ട് അയാൾ വീണ്ടും മരിച്ചു. അതോടെ എന്തുണ്ടായി? ആ പ്രശ്നം അവസാനിച്ചു. നിങ്ങൾ നോക്കൂ, ഈ ലോകത്ത് തന്നെ ഇങ്ങനെ പലരെയും അള്ളാഹു മരിച്ചതിന് ശേഷം ജീവിപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് തന്നെ. ഇതെന്തിനുള്ള തെളിവാണ്? പരലോകത്ത് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കും എന്നതിനുള്ള തെളിവുകളിലൊന്നാണ്. കാരണം ഈ ലോകത്ത് തന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ചരിത്രത്തിൽ നിഷേധിക്കാനാകാത്ത സംഭവങ്ങൾ. കാരണം ഈ ചരിത്രങ്ങൾ കോടാനുകൂടി മനുഷ്യർ കൈമാറി വന്ന ചരിത്രമാണ്. ബനൂ ഇസ്രായേൽ മുസ്ലിമീങ്ങളും യഹൂദികളും നസ്രാനികളും ഒക്കെ അറിഞ്ഞ ചരിത്രമാണ് ഈ ചരിത്രമെല്ലാം. അള്ളാഹു മരിച്ചവരെ ഈ ലോകത്ത് തന്നെ ജീവിപ്പിച്ച ചരിത്രം, അത് ഈ ലോകത്ത് കോടാനുകൂടി മനുഷ്യർ കൈമാറി വന്ന വിവരമാണ്. അത് തള്ളിക്കളയാൻ കഴിയില്ല. അത് തള്ളിക്കളയുന്നവർ ആരെ പോലെയാണ്? പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, താൻ കേൾക്കാത്ത നാടിനെ, താൻ കേൾക്കാത്ത ഏതെങ്കിലും ഒരാളെ ഇല്ല എന്ന് പറയുന്നവനെ പോലെയാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ പറയാണ് ഹിറ്റ്ലർ എന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരാൾ ചരിത്രത്തിൽ ജീവിച്ചിട്ടില്ല. എന്താ കാരണം? ഞാൻ കണ്ടിട്ടില്ല. വേറെ ആൾ പറയാൻ അമേരിക്ക എന്നൊരു നാടില്ല, എന്താ കാരണം? ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാളെ എന്ത് വിളിക്കും? അവൻ കണ്ടിട്ടില്ല എന്നതിൻ്റെ പേര് ഈ കണ്ട മനുഷ്യരൊക്കെ കണ്ട ഒരു കാര്യത്തെ നിഷേധിക്കാൻ നമ്മൾ എന്തു പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നില്ല. എല്ലാം അമേരിക്കൻ്റെ എത്ര ആൾ പോയിട്ട് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊരാൾ പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നതുപോലെയാണ് ഇത്തരം ചരിത്ര യാഥാർത്ഥ്യങ്ങളെ നിഷേധിച്ചാൽ. കാരണം ഇത് കോടാനുകൂടി മനുഷ്യർ കൈമാറി വന്ന ചരിത്രമാണ്. അള്ളാഹുവിൻ്റെ നബിമാരുടെ ചരിത്രം എങ്ങനെയാണ്? നബിമാരുടെ ചരിത്രം അത് കോടാനുകൂടി മനുഷ്യർ കൈമാറി വന്ന ചരിത്രമാണ്. അവരുടെ സത്യസന്ധത, അതിൽ ഈ മനുഷ്യർക്കൊന്നും തർക്കമില്ല. ഒരു സത്യസന്ധരായിരുന്നു അള്ളാഹുവിൻ്റെ നബിമാർ. നൂഹും ഇബ്രാഹിമും മൂസായും ഈസായും മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയും. ഈ നബിമാരെല്ലാം ഇത് ഇനി നോക്കൂ, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കാണെന്ന് കൂട്ടിക്കോ. യഹൂദികളും നസ്രാനികളും മുഹമ്മദ് നബിയെ തള്ളിയിട്ട് അവർക്ക് ഒരൊറ്റ നബിയെ സ്വീകരിക്കാൻ സാധ്യമല്ല. കാരണം ആ നബിമാരുടെ ഒക്കെ ചരിത്രം എന്താണോ അത് തന്നെയാണ് നമ്മുടെ നബിയുടെയും ചരിത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിമാർ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ നബിയും പറഞ്ഞത്. അതുകൊണ്ടാണ് അള്ളാഹു എന്തു പറഞ്ഞത്? വഇന്നക ലമിനൽ മുർസലീൻ, ഒരു നബിയെ താങ്കൾ മുർസലുകളിൽ ഒരു മുർസലാണ്. മാ കുൻത ബിദ്അൻ മിൻ ഖുൽ മാ കുൻതു ബിദ്അൻ മിനർ റുസുൽ, സൂറത്തുൽ അഹ്ഖാഫിൽ കാണാം. ഖുൽ, പറയൂ നബിയെ, മാ കുൻതു ബിദ്അൻ മിനർ റുസുൽ, ഞാൻ നബിമാരിൽ ഒരു ബിദ്അ അല്ല. എന്താ ബിദ്അ? ബിദ്അത്ത് എന്താ അർത്ഥം? അതെ, മുൻമാതൃകയില്ലാത്തൊരു ഞാനൊരു പുതിയ നബിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നബിമാരുടെ കണ്ണികളിൽ ഒരു കണ്ണിയാണ്. ആ നബിമാർ പറഞ്ഞാണ് എനിക്ക് പറയാനുള്ളത്. ആ നബിമാരുടെ ജീവിതം അവരുടെ സത്യസന്ധതയ്ക്കുള്ള സാക്ഷ്യമാണോ എങ്കിൽ അതിലേറ്റവും ആ സത്യസന്ധത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാം. ആ നബിമാർ സത്യമേ പറഞ്ഞിട്ടുള്ളൂ. ആ നബിമാരൊക്കെ പറഞ്ഞതാണ് തൗഹീദ്, പരലോകമുണ്ട് എന്നത്. അതുകൊണ്ട് ഇതിനെ നിഷേധിക്കുക എന്നത് അങ്ങേയറ്റത്തെ വിഡ്ഢിത്തമാണ്.
സത്യസന്ധമായ വിവരങ്ങൾ സ്വീകരിക്കുക എന്നത് ബുദ്ധിയുള്ള ഏതൊരാളും ചെയ്യുന്ന കാര്യമാണ്. കണ്ണുകൊണ്ട് കാതുകൊണ്ട് നമ്മൾ കണ്ടതും കേട്ടതും വിശ്വസിക്കുന്നത് പോലെ തൊട്ടത് ഉണ്ട് നമുക്ക് ഉറപ്പാണ്, മണത്തത് രുചിച്ചത് അതൊക്കെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്. ഒരു കാര്യം ഉണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന കാര്യം ഇതുപോലെയാണ്. അല്ല, ചിലപ്പോൾ ഇതിനേക്കാൾ അപ്പുറത്താണ് സാദിഖായ സത്യസന്ധമായ സ്രോതസ്സുകളുടെ വിവരം സ്വീകരിക്കുന്നത്. ആ സ്രോതസ്സുകളിൽ ഏറ്റവും സത്യസന്ധമായ സ്രോതസ്സാണ് ആരുടെ സ്രോതസ്? അള്ളാഹുവിൻ്റെ നബിമാരുടെ സ്രോതസ്. ആ നബിമാർ പറഞ്ഞത് വിശ്വസിക്കുക എന്നത്. എന്നാൽ നോക്കുക, അതിനെ നിഷേധിക്കുന്ന വിവരദോഷികൾ സ്വീകരിക്കുന്നത് അവരുടെ സ്രോതസ് ആരാണ്? ഒരു വിവരവുമില്ലാത്ത ആളുകൾ. തൻ്റെ മുൻഗാമി കുരങ്ങനാണെന്ന് ഒരു വിവരദോഷി മുമ്പ് പറഞ്ഞു. അയാളാണ് ഇവരുടെ സ്രോതസ്. നമ്മുടെ സ്രോതസ് അള്ളാഹുവിൻ്റെ നബിമാരാണ്. എന്നാൽ തൻ്റെ മുൻഗാമി ഒരു കുരങ്ങനാണ് എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നത് വിശ്വസിച്ചോളണം, നമ്മളൊക്കെ സ്വീകരിച്ചോളണം. എന്താ കാര്യം? അത് ശാസ്ത്രമാണ്, നിഷേധിക്കാനാകാത്ത സത്യമാണ്. എന്താ തെളിവ്? ഇവൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവരുടെ യുക്തിവാദത്തിൻ്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നേതാക്കന്മാർ അള്ളാഹുവിൻ്റെ റസൂലുകളാണ്, മറ്റു നബിമാരാണ്, ഏറ്റവും സത്യസന്ധരാണ്. അതാണ് നമ്മുടെ സ്രോതസ്. സത്യസന്ധമായ വിവരം സ്വീകരിക്കുക എന്നത് ബുദ്ധിയുടെ അടയാളമാണ്. ഇപ്പോൾ നോക്കൂ, ഈ ചരിത്രം അള്ളാഹു മരിച്ചവരെ ഈ ലോകത്ത് തന്നെ ജീവിപ്പിച്ചിട്ടുണ്ട്. അത് പല സംഭവങ്ങളും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ തന്നെ എത്ര കഥയുണ്ട്? അള്ളാഹു മരിച്ചവരെ 5 കഥകൾ. സൂറത്തുൽ ബഖറയിൽ മാത്രം 5 കഥകൾ ഉണ്ട്. അള്ളാഹു മരിച്ചവരെ ജീവിപ്പിച്ച കഥ ഒന്നിത്. പിന്നെ ഏതാ? ഇസ്രായേലിൽ തന്നെ ഒരു കൂട്ടരെ അള്ളാഹു മരിപ്പിക്കുകയും പിന്നെ ജീവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റബ്ബിനെ നേരിട്ട് ഞങ്ങൾ കാണണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അവരെ മരിപ്പിച്ചു, പിന്നെ വീണ്ടും ജീവിപ്പിച്ചു. ഒന്നാമത്തെ ഏതാ? പക്ഷികൾ ഇബ്രാഹിം അലൈഹിസ്സലാം അറുത്ത് പിന്നെ വിളിച്ചപ്പോൾ വന്നു. 4മത്തേത് ഒരാൾ ഒരു നശിച്ച നാടിനരികിലൂടെ കടന്നുപോയി. അന്ന യുഹ്യി ഹാദിഹില്ലാഹു ബഅദ മൗതിഹ, ഇതിനെങ്ങനെ ജീവിപ്പിക്കുമെന്ന് ചോദിച്ചു. അള്ളാഹു എന്ത് ചെയ്തു? ഫഅമാതഹു അല്ലാഹു 100 ആം, 100 വർഷം മരിപ്പിച്ചു, എന്നിട്ട് പിന്നെ ജീവിപ്പിച്ചു. 5മത്തേത് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞു, ഒരു കൂട്ടം ജനങ്ങൾ, ഒരു നാട്ടുകാർ, വഹും ഉലൂഫുൻ, ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. അവർ തങ്ങളുടെ നാടിൽ നിന്ന് പുറപ്പെട്ടു പോയി മരണത്തെ പേടിച്ചിട്ട്. ആ നാട്ടിലൊരു പകർച്ചവ്യാധി വന്നതുകൊണ്ട് അവർ ഓടിപ്പോയതാണ് എന്നാണ് ചരിത്രം. അള്ളാഹു എന്ത് ചെയ്തു? അവരെ മരിപ്പിച്ചു, എന്നിട്ട് വീണ്ടും ജീവിപ്പിച്ചു. ഈ 5 കഥകൾ അൽ ബഖറയിൽ മാത്രം ഉണ്ട്. ഇതൊക്കെ ഈ ലോകത്ത് നടന്നതാണ്. പരലോകത്ത് അള്ളാഹു ആളുകളെ വീണ്ടും ജീവിപ്പിക്കും എന്നതിനുള്ള തെളിവാണ്. ഇതുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഉമറിനെ പോലെയുള്ള ചിലർ വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തിരിച്ചു വരുമെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഹദീസിൽ സഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടേക്ക് വന്നു, നബിയുടെ വിരിമാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞ എന്താണ്? ലാ യജ്മഉ അല്ലാഹു അലൈക മൗതതൈൻ, നബിയെ, അള്ളാഹു അങ്ങേക്ക് 2 മരണം വിധിച്ചിട്ടില്ല. അമ്മൽ മൗതതു അല്ലതി കുതിബത അലൈക ഫഖദ് മുത്തഹ, അള്ളാഹു താങ്കൾക്ക് വിധിച്ച ഒരു മരണമുണ്ട്, അത് താങ്കൾ മരണപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇതുപോലെ എന്ത് ചെയ്തിട്ടില്ല? ദുനിയാവിൽ 2 മരണം വിധിച്ചിട്ടില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്തിനാണ് പറയുന്നത്? ആരോടാണ് പറയുന്നത്? ആളുകളോടാണത്. ജനങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, മൻ കാന യഅബു, സ്വഹീഹ് ബുഖാരിയിൽ കാണാം, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, ആരെങ്കിലും ആരാധിച്ചിരുന്നത് മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നുവെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ് ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, ആരെങ്കിലും ആരാധിച്ചിരുന്നത് അള്ളാഹുവിനെയാണെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ഒരിക്കലും മരിക്കാത്തവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനെ വളർത്തിക്കൊണ്ടുവന്നത് അങ്ങനെയാണ്, ആ തൗഹീദിനാണ്. അള്ളാഹുവിൽ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെ ഹൃദയങ്ങളെ ബന്ധിപ്പിച്ചിരുന്നത്, ആളുകളിലേക്കല്ല, പടപ്പുകളിലേക്കല്ല, നബിയിലേക്ക് പോലുമല്ല, റബ്ബിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെ ഹൃദയങ്ങളെ ബന്ധിപ്പിച്ച്. അങ്ങനെയാണ് നബി അവരെ വളർത്തിക്കൊണ്ടുവന്നത്. ആ തർബിയത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുന്ന ആളുകളെല്ലാം ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ ഹക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ മരണം പോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വിധിച്ചിട്ടില്ല. വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി
نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.